ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി താഴെയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഡെമോ വീഡിയോ ആണ്. ഡെമോ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവത്തിൻ്റെ ഒന്നല്ല, ഒരു വെജിറ്റബിൾ ഡൈസറിൻ്റെ ആണ്. ഞാനത് ആമസോണിൽ നിന്ന് മേടിച്ച ഒരു ക്വിക്ക് 14-in-1 വെജിറ്റബിൾ ഡൈസറാണ്. അപ്പോൾ ഇത് പലർക്കും ഡൗട്ട്ഫുൾ ആയിരിക്കും, ഇത് മേടിച്ചാൽ ഉപയോഗമുണ്ടോ അല്ലെങ്കിൽ പൈസ വെറുതെ പോകുമോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡെമോ വീഡിയോ അല്ലെങ്കിൽ ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ഡൈസർ. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേര് ഗണേഷ് എന്നാണ്. അപ്പോൾ ഗണേഷ് മൾട്ടിപർപ്പസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ചോപ്പർ കട്ടർ എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വരുന്നത്. അപ്പോൾ പാക്കേജിങ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ബ്ലേഡ്സ് ഒക്കെ വേറൊരു ചെറിയൊരു ബോക്സിലായിട്ടാണ് തന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിൽ ഇട്ട് വെച്ചെന്ന് മാത്രം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ. ഇതിപ്പം വേറെ കളർ ഉണ്ടാവുമായിരിക്കും, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. കളർ ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, നമുക്കിത് എടുത്ത് മാറ്റാനും കഴിയുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഉള്ളത് ഒരു ഗ്രേറ്റർ കം പീലറാണ് കേട്ടോ. നല്ല ഷാർപ്പാണ് ബ്ലേഡ്സ് ഒക്കെ. പീലർ ആണെങ്കിലും നല്ല ഷാർപ്പാണ്. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് പീൽ ചെയ്യാനും, ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പം ചോക്ലേറ്റ് ഒക്കെ പീൽ ചെയ്യേണ്ടി വരും, അതേപോലെ ഗ്രേറ്റ് ചെയ്യാനും. പിന്നെ ഇഞ്ചിയൊക്കെ നല്ല നൈസായിട്ട് കുനുകുനാന്ന് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു സേഫ്റ്റി ഹോൾഡറാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഉള്ളിയും ബീട്രൂട്ടൊക്കെ ചിലപ്പോൾ സ്ലൈസ് ചെയ്യുമ്പോൾ കൈമുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ മുള്ളുള്ള ഭാഗത്ത് അങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് സ്ലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് അങ്ങ് സ്ലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഗ്രേറ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബ്ലേഡ്സ് ഉള്ള ഗ്രേറ്ററാണ് കേട്ടോ, നല്ല ഷാർപ്പാണ്. അപ്പോൾ ഇതിൽ കുറേ ബ്ലേഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു ഗ്രേറ്ററാണ്. അപ്പോൾ ഇതിൽ ബ്ലേഡ് കുറവാണ്, പക്ഷെ ഇച്ചിരി നീണ്ട ബ്ലേഡാണ് ഇതിന്. പിന്നെ ഇതൊരു സ്ലൈസർ ആണ്, ഇതും നല്ല ഷാർപ്പാണ്. ഇത് വേറൊരു സ്ലൈസർ. ഇത് ഇച്ചിരി ഗ്യാപ്പ് ഉള്ളതും ഇത് ഗ്യാപ്പ് ഇല്ലാത്തതുമാണ് കേട്ടോ. രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഇതൊരു ഗ്രേറ്റർ ആണ്. അപ്പോൾ മറ്റേതിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതാണിത്. അപ്പോൾ ആകെ മൊത്തത്തിൽ 3 ഗ്രേറ്ററും 2 സ്ലൈസറും ഉണ്ട്. പിന്നെ ഇത് സ്ലൈസർ, അതായത് ഇപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ലൈസറാണ്. അപ്പം 2 ബ്ലേഡ്സ് ഉണ്ട്, 2 തരത്തിലുള്ള ബ്ലേഡ്സ് ഉണ്ട്. അത് ഒരെണ്ണത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ 4 ബ്ലേഡ് ഉണ്ട് ഇതിൽ, 4 ടൈപ്പും ആണ്. പിന്നെ ഇതൊരു ബ്ലേഡ് അറ്റാച്ച് ചെയ്യുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, എളുപ്പത്തിൽ അങ്ങ് പൊട്ടുന്ന ഒന്നല്ല കേട്ടോ, നല്ല തന്നെയാണ്. പിന്നെ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുമ്പം അതങ്ങ് മൂവ് ആവുകയില്ല. ഇതും നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ചിലപ്പം പ്രസ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഒക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നും ആയിട്ടില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ ബ്ലേഡ്സ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡാണ് കേട്ടോ, നല്ല ഷാർപ്പ് തന്നെയാണ്. അപ്പം ചിലർക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഷാർപ്പ് ഇല്ലാത്തതാണെന്ന്. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം ബ്ലേഡ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏത് സൈഡാണോ നമുക്ക് സ്ലൈസ് ചെയ്യേണ്ടത് ആ സൈഡിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതെങ്ങനെ അങ്ങ് ജസ്റ്റ് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് അങ്ങ് പ്രസ് ചെയ്യാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു വാട്ടർമെലൺ വെച്ച് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മുറിച്ച ഒരു പീസ്. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്താൽ മതി. ഇതാ ഇപ്പം നല്ലോണം മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഏത് സൈഡാണോ വേണ്ടത് ആ സൈഡിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രഷർ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഇതിപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡിനൊക്കെ പറ്റിയ ഒരു സൈസാട്ടോ മുറിഞ്ഞു വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, എളുപ്പമാണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ബ്ലേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡിനകത്തുള്ളതൊക്കെ അങ്ങ് താഴോട്ട് വീണോളും. കണ്ടോ, എല്ലാം അങ്ങ് താഴേക്ക് വീണോളും. പിന്നെ ഇതും അങ്ങ് ഓപ്പൺ ചെയ്യാൻ പറ്റും, ആ ഹോളിൽ പിടിച്ചിട്ട് അങ്ങ് പൊക്കിയാൽ മതി. ഇപ്പം നല്ലോണം ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെല്ലാം അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം അങ്ങ് പോയി കിട്ടും. പിന്നെ നമുക്ക് പീലർ വെച്ചിട്ട് അങ്ങ് ഒരു കുക്കുംബർ അങ്ങ് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. പീലർ നല്ല ഷാർപ്പാണ് കേട്ടോ. എല്ലാ ബ്ലേഡ്സും അത് നല്ല ഷാർപ്പ് തന്നെയാണ്. ഇപ്പം നമ്മൾ സ്ലൈസ് ചെയ്യുന്ന ബ്ലേഡ് വെക്കണമെങ്കിൽ ഒരു ബ്ലേഡ് അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബ്ലേഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ. എളുപ്പമാണ്. നമുക്ക് കുക്കുംബർ അങ്ങ് സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല നൈസാട്ടോ, വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കായവറുത്തതിനും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈസ് അല്ലേ, പൊട്ടറ്റോ ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പം അടിപൊളിയായിരിക്കും. കാരണം എല്ലാവരും നല്ല ഈവൻ ആയിട്ട് ഭയങ്കര നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയാട്ടോ, കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കങ്ങ് സ്മൂത്തായിട്ട് സ്ലൈസ് ചെയ്യാനും കഴിയുന്നുണ്ട്, കാരണം നല്ല ഷാർപ്പാണ്. കണ്ട എല്ലാവരും വളരെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേറൊരു ബ്ലേഡ് വെച്ച് കൊടുക്കാം. ഇത് അത്ര നൈസ് അല്ല കേട്ടോ, ഇച്ചിരി വലുതാണ്. പിന്നെ അത്ര ഷേപ്പിനും ഒന്നല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. അപ്പം ചിലപ്പോൾ സാലഡിനൊക്കെ വേണമെങ്കിൽ നമുക്കിതങ്ങനെ മുറിച്ചെടുക്കാം. പിന്നെ വേറൊരു ഗ്രേറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കുറേ ബ്ലേഡ്സ് ഉള്ള ഗ്രേറ്റർ ആട്ടോ. ഇത് സാധാരണ ഗ്രേറ്റർ പോലെ തന്നെ, നമ്മുടെ ഹാൻഡ് ഗ്രേറ്റർ ഒക്കെ ഇല്ലേ അതേപോലെ തന്നെയാണ്. ഇതങ്ങ് താഴെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങ് എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വേറൊരു ഗ്രേറ്റർ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലേഡ്സ് കുറവാണല്ലോ, അപ്പം നമ്മൾ കുറേ നേരം ഗ്രേറ്റ് ചെയ്താലേ കുറച്ചെങ്കിലും വരുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേത് തന്നെയാണ് ബെറ്റർ, കാരണം കുറച്ചധികം ബ്ലേഡ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് ഏറ്റവും വലിയ ബ്ലേഡാണിത്.
ഇത് ഇച്ചിരി വലിയതായിട്ടാണ് കേട്ടോ വീഴുന്നത് ഗ്രേറ്റ് ചെയ്യുമ്പം. ഇതും അതങ്ങ് എളുപ്പത്തിലേക്ക്, അതായത് കുറേ ബ്ലേഡ്സ് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് വലിയ സൈസാണെന്ന് മാത്രം. ഇതും കൊള്ളാം, കാരണം എളുപ്പത്തിൽ നമുക്ക് പണി അങ്ങ് കഴിയും. കണ്ടില്ലേ, ഇച്ചിരി വലുതാന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വേറൊരു സ്ലൈസർ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിൽ ഞാൻ സവാളയാണ് മുറിക്കാൻ പോകുന്നത്. സവാള തോലി കളഞ്ഞിട്ട് രണ്ടായിട്ട് അങ്ങ് മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതങ്ങ് അടച്ചു വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയുള്ള പരിപാടി. സവാള മുറിക്കാനോ അതേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. കാരണം നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കണ്ണിൽ നിന്നൊന്നും വെള്ളം വരേണ്ട ആവശ്യമില്ല, കാരണം എളുപ്പത്തിൽ അങ്ങ് ഇതിലങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതാ കണ്ടോ, എല്ലാം നല്ല ക്യൂബ്സ് ആയിട്ട് അടിപൊളിയായിട്ട് ചെറുതായിട്ട് അങ്ങ് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സവാള മുറിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്ലേഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇതങ്ങ് തിരിച്ചു വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടാറ്റോ ആണ് വെച്ച് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ട് അങ്ങ് രണ്ടായിട്ട് മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനൊക്കെ പറ്റിയ സൈസിലാട്ടോ മുറിഞ്ഞു വന്നേക്കുന്നത്, ക്യൂബ്സ് ആയിട്ട് ചെറുതായിട്ട്. അപ്പം ഇതും കൊള്ളാം, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിനും ചെറുത് വേണമെങ്കിൽ നമ്മൾ ഒനിയൻ മുറിച്ച ബ്ലേഡിലങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത്രയുള്ള പരിപാടി, എളുപ്പമാണ്. നമുക്ക് വേറൊരു ബ്ലേഡ് വെച്ച് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ തക്കാളി രണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി അതെ നന്നായിട്ട് തന്നെ മുറിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ സവാള അരിഞ്ഞില്ലായിരുന്നു, കുനുകുനാന്ന് ചെറുതായിട്ട്. അപ്പോൾ ആ ബ്ലേഡിലോട്ട് തക്കാളി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കാട്ടി ചെറിയ സൈസിൽ നമുക്ക് തക്കാളി മുറിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം കുറച്ചും കൂടി ചെറിയ സൈസായിട്ട് നന്നായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതും കൊള്ളാട്ടോ, രണ്ടും കൊള്ളാം. കാരണം നമുക്ക് ചെറിയ സൈസായിട്ട് മുറിച്ചെടുക്കാം, അതിനെക്കാട്ടിയും ചെറിയ ഇച്ചിരി വലുതായിട്ടും അങ്ങ് മുറിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒനിയനാണ് സ്ലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ സേഫ്റ്റി ഹോൾഡറിൽ ഈ മുള്ളുള്ള ഭാഗത്ത് നമ്മൾ ഈ ഒനിയനങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് സ്ലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ മുറിയത്തില്ല. കാരണം നമ്മൾ എളുപ്പം സ്പീഡിൽ അങ്ങ് സ്ലൈസ് ചെയ്യുമ്പോൾ ചിലപ്പം കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊരു സേഫ്റ്റി ഹോൾഡറും കൂടി തരുന്നുണ്ട്. കണ്ടില്ലേ, ഈ മുള്ളുള്ള ഭാഗത്തങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നോളും.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സവാള അരിയുന്ന കേട്ടോ. കാരണം നമ്മൾ ബിരിയാണിക്കും മറ്റും ബിസ്തക്കൊക്കെ ഒരുപാട് സവാള നമുക്ക് അരിയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് കണ്ണിൽ നിന്ന് ഒരു വഴിയാവും വെള്ളം വന്നിട്ട്. അപ്പോൾ അത് എളുപ്പത്തിന് നമുക്ക് സവാള അരിയുന്ന കേട്ടോ നല്ലത്. കാരണം നല്ല ഈവൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന ഒരു പരുവത്തിന് നമുക്ക് ക്യൂബ്സ് ആയിട്ട് ചെറുങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വേറൊരു ബ്ലേഡ് വെച്ച് കൊടുത്തിട്ട് അതിലും ക്യാരറ്റ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിനെക്കാട്ടും കുറച്ച് ചെറിയ സൈസിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മെഴുക്ക് വരട്ടിക്ക് പറ്റിയ സൈസ് തന്നെയാണ്. കുറച്ച് വലുതും കുറച്ച് ചെറുതും. അപ്പോൾ ഇത്രയും പച്ചക്കറി ആട്ടോ ഞാൻ മുറിച്ചെടുത്തത്. നമുക്ക് എല്ലാ പച്ചക്കറിയും ഇതിൽ മുറിച്ചെടുക്കാം. പച്ചക്കറി മാത്രമല്ല ഫ്രൂട്ട്സും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സവാള തന്നെ കേട്ടോ. കാരണം വെള്ളം വരാതെ നമുക്ക് എളുപ്പത്തിന് മുറിച്ചെടുക്കാനും സ്ലൈസ് ചെയ്യാനും പറ്റും. അതും കനം കുറച്ച് തന്നെ പറ്റും. പിന്നെ ഇത് ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റിയ സൈസിൽ 2 എണ്ണം, കുറച്ച് വലുതും കുറച്ച് ചെറുതും സൈസിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കുക്കുംബർ ആണ്. ഇത് സ്ലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കുക്കുംബർ മാത്രമല്ല, നമുക്ക് ഞാൻ പറയില്ലേ കായ വറുത്തത്, ഉരുളക്കിഴങ്ങൊക്കെ നൈസായിട്ട് അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയി തോന്നിയില്ല. കാരണം ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് ചിലപ്പം സാലഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രേറ്ററൊക്കെ സെയിം തന്നെയാണ്. കുറച്ച് വലുതും കുറച്ച് ചെറുതും മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഉരുളക്കിഴങ്ങ് ഇതും മെഴുക്ക് വരട്ടിക്കൊക്കെ പറ്റിയ സൈസായിട്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളി അത് കേട്ടോ നന്നായിട്ടുണ്ട്. കാരണം ചെറിയ സൈസിൽ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും. പിന്നെ ഇത് ഫ്രൂട്ട്സ്. ഇപ്പം ഫ്രൂട്ട്സ് ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും മറ്റേ വാട്ടർമെലൺ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിന് അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇപ്പം ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു ഈ കുറേ ബ്ലേഡുള്ള ചെറിയതിലാണ്. കാരണം നന്നായിട്ട് എളുപ്പത്തിൽ അങ്ങ് പണി തീരും. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം അങ്ങ് ഗ്രേറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ബ്ലേഡ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ സമയം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രേറ്റ് ചെയ്തതാണ് ആ കാണുന്നത് കുറച്ച് പോർഷൻ. കാരണം ഇച്ചിരി നീളം കൂടുതലാണെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതും എളുപ്പം തന്നെയാണ്. ഇതിന് ഇച്ചിരി കുറച്ച് വലുപ്പം കൂടുതലുണ്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ 3 ഗ്രേറ്റർ ഉണ്ട്. 3ഉം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 479 രൂപയാണ് കേട്ടോ. അപ്പം 479 രൂപയ്ക്ക് ഇച്ചിരി ഇത് കൂടുതലാണ്. എന്നാലും ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. അപ്പം ബ്ലേഡ്സ് നല്ല ഷാർപ്പാണ്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ മേടിക്കാം കേട്ടോ.